ഭാരതം അതിവേഗം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുമെന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾ മൂന്നാമത് മോദി സർക്കാരിൽ വിശ്വാസമർപ്പിച്ചു. സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തമായി തുടരുമെന്നും ഭരണഘടനയ്ക്കെതിരായ ഏറ്റവും വലിയ അക്രമമായിരുന്നു അടിയന്തരാവസ്ഥയെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ചേർന്നാണ് പാർലമെന്റിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിലെ ഉയർന്ന വോട്ടിംഗ് ശതമാനവും വനിതാ പങ്കാളിത്തവും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ചരിത്രത്തിൽ ഇടം നേടും. നിലവിൽ ലോകത്തിൽ 5ാമത്തെ സാമ്പത്തിക ശക്തിയായ ഭാരതം അതിവേഗം മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുമെന്നും ऐतिहासिकമായ തീരുമാനങ്ങൾ ഈ സർക്കാരിന്റെ കാലത്തുണ്ടാകുമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. मेरी सरकार ने 10 वर्षों से सेवा और सुशासन का जो मिशन जनाया है, ये उस पर मुहर है. ये जनादेश है कि भारत की विकसित बनाने का काम बिना रुके चलता रहे और भारत अपने लक्ष्यों की प्राप्ति करते रहे. इस बजट में बड़े आर्थिक और सामाजिक निर्णयों के साथ ही अनेक ऐतिहासिक कदम भी देखने को मिलेंगे. भारत के तेज विकास की जन आकांक्षाओं का पूरा करने के लिए रिफॉर्म्स की गति अब और तेज की जाएगी. വടക്കുകിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെ സമാധാനം ഉറപ്പാക്കാനും വികസന പദ്ധതികൾ നടപ്പാക്കാനും സർക്കാരിന് സാധിച്ചു. ആഗോള പ്രശ്നങ്ങളിൽ പോലും പരിഹാരം കാണാനുള്ള ശക്തിയാക്കി ഭാരതത്തെ മാറ്റി. കൃഷി, വ്യോമയാനം, IT, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ വികസനം കൊണ്ടുവരാൻ സർക്കാരിനായെന്നും വിവിധ പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. वंदे मेट्रो जैसे कई योजनाएं पर काम चल रही है. भारत का पब्लिक ट्रांसपोर्ट दुनिया में बेहतरीन हो, इस लक्ष्य के साथ मेरी सरकार काम कर रही है. माननीय सदस्यगण, मेरा सरकार इन आधुनिक मापदंड पर काम कर रही है, जिससे भारत विकसित देश के सामने बराबरी से खड़े हो सके. इंफ्रास्ट्रक्चर का विकास इस दिशा में बदलते भारत की नई तस्वीर के रूप में उभारा है. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തി. ക്രമക്കേടുകളിൽ കർശന നടപടിയുണ്ടാകുമെന്നും രാഷ്ട്രപതി ഉറപ്പ് നൽകി. നിരവധി പേർക്ക് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ പൗരത്വം ലഭിച്ചു. അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ ഇരുണ്ട കാലമായിരുന്നുവെന്നും ഭരണഘടനയ്ക്കെതിരെ നടന്ന ഏറ്റവും വലിയ അക്രമമാണ് അടിയന്തരാവസ്ഥയെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തമാക്കി. ജനം, ഡൽഹി.